നമസ്കാരം. നമ്മോടൊപ്പം ഇന്നുള്ളത് പ്രശസ്ത വാസ്തുവിദഗ്ധനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറാണ്. നമ്മുടെ വാസ്തുപരമായ സംശയങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? വാസ്തുവിദ്യയിലേക്ക് സാധാരണ എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെയായി വിചാരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാസ്തുശാസ്ത്രം എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? വാസ്തുശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് ഞാനൊരു എഞ്ചിനീയറാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് 26 വർഷമാണ് ഇപ്പോൾ എൻ്റെ പ്രൊഫഷനിൽ. വാസ്തു എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ അച്ഛൻ വാസ്തു വിദഗ്ധനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ നിന്ന് പഠിച്ച അച്ഛനൊരു കൊമേഴ്ഷ്യൽ ലെവലിൽ ഒരു കൺസൾട്ടൻ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ അതിൽ വാസ്തു നന്നായി പഠിച്ച ഒരാളാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാരമ്പര്യമായിട്ടെന്നുള്ളതല്ല, ഒരു ഗുരു മുഖത്തു നിന്ന് തന്നെ അച്ഛൻ പഠിച്ചതാണ്. അത് അച്ഛൻ്റെതായിട്ടുള്ള ഒരു സർക്കിളിനകത്ത് അച്ഛൻ അത് ഉപയോഗിക്കുമായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സ് ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛൻ ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പക്ഷെ സിവിൽ അന്നത്തെ പഴയ കാലത്ത് ആയതുകൊണ്ട് ഈ വീട് സംബന്ധമായ കാര്യങ്ങൾക്ക് എഞ്ചിനീയേഴ്സിനെ ബന്ധപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വാസ്തുവിന്റെ തത്വങ്ങളെ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ്സ് അന്നേ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് അതിന്റെ ഒരു തോട്ട്, അതിന്റെ ഒരു സ്പാർക്ക് കിട്ടുകയും ഇതിനെ ഞാൻ വ്യക്തമായ ഒരു റിസർച്ച് ആംഗിളിൽ തന്നെ പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ 26 വർഷമായിട്ട് വാസ്തുവിനെ ഒരു റിസർച്ച് മോഡലിൽ തന്നെ പഠിച്ച് അത് ഞാൻ ചെയ്യുന്ന വീടുകളിൽ എൻ്റെ ക്ലയൻസ് 200, 250, 300ഓളം വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ക്ലയൻസിന് ഈ ജേണിയിൽ എൻ്റെ ക്ലയൻസിന് ഞാൻ ആ വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ ലൈഫ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2001 ഞാൻ ചെയ്ത വീട് മുതലുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അവിടെ നിന്ന് അവരുടെ ലൈഫിനെ അത് എത്രമാത്രം ഗുണകരമായി മാറിയെന്നും വാസ്തു നോക്കാതെ ചെയ്ത ആളുകൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട്, ആ ഒരു റിയലിസ്റ്റിക് ആംഗിളിൽ കേസ് സ്റ്റഡി പോലെ ഞാൻ നോക്കിയിട്ടാണ് വാസ്തുവിനെ പ്രയോഗത്തിൽ വരുത്തിയത്. പിന്നെ നമ്മുടെ ആ ഒരു നോളജ് സമൂഹത്തിന്റെ മുന്നിൽ ഇതിന്റെ ഒരു എസൻസ് അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോഴാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വക്താവായിട്ട് മാറിയത്. ശരിക്കും പറഞ്ഞു കൺസൾട്ടൻസിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ 2-3 രീതിയിലാണ്. നമ്മൾ വീട് വയ്ക്കുന്നവർ വീട് പ്ലോട്ട് സെലക്ഷൻ മുതൽ വീട് ഡിസൈൻ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സുണ്ട്. പിന്നെ അല്ലാതെ വാസ്തു പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നവർ വിളിക്കാറുണ്ട്. അപ്പൊ അത് എന്തായിരിക്കും അതിന്റെ വിഷയം ഒന്ന് കൃത്യമായി അസസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ലെവലിലുള്ള വാസ്തു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് 2 കമ്പനിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി യുണീക് ബിൽഡേഴ്സ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. വാസ്തുവിന് വേണ്ടി വാസ്തുഗ്രഹം എന്നൊരു കൺസൾട്ടൻസി ഫേം കൂടെയുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഇതിന്റെ ഒരു സ്ട്രക്ചർ അതാണ്. അപ്പൊ വാസ്തുവും എഞ്ചിനീയറിംഗും പാരലായിട്ട് നമ്മൾ ആ രീതിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആൾക്ക് വാസ്തുദോഷം എന്ന് പറയുമ്പോൾ തന്നെ നല്ല പേടിയാണ്. ഇനി വീടൊക്കെ പൊളിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട് ആൾക്കാർക്ക്. അപ്പൊ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തു ഭയം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫിയർ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തു ഒരിക്കലും അങ്ങനെ ഒരു ഭയത്തിന് അങ്കുരിപ്പിക്കുന്ന ഒരു സാധനമല്ല. വാസ്തു എന്ന് പറയുന്നത് പ്യുവർലി നമ്മുടെ പഴയ എഞ്ചിനീയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പഴയ ആർക്കിടെക്ചറൽ സിസ്റ്റമാണ്. അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ലൈറ്റ്, നാച്ചുറൽ വെന്റിലേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റുകളെയും സണ്ണിൻ്റെ മൂവ്മെൻറ്റും വീടിൻ്റെ ഓരോ വശത്തേക്കും ലൈറ്റ് എങ്ങനെ വിന്യസിക്കണം, കാറ്റ് എങ്ങനെ വരണം, നമ്മുടെ കംഫർട്ട്. വാസ്തു ശരിക്കും പറയാം, എല്ലാവരും വിചാരിക്കുന്നത് വാസ്തു ഡയറക്ഷനെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു സയൻസ്. വാസ്തു ഡയറക്ഷനെ പറ്റി മാത്രമല്ല, വാസ്തു സംസാരിക്കുന്ന ഒരു സ്പേസിനെ പറ്റിയാണ്. ഒരു സ്പേസ് നമുക്ക് എങ്ങനെ കംഫർട്ട് ആവുന്നു എന്നുള്ളത്. നമ്മൾ തന്നെ ഒരു ദിവസം കടന്നു പോകുന്ന പല സ്പേസുകളിൽ കൂടി ഇരുന്നാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു. നമുക്കിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സൈക്കോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ ഈ സ്പേസ് നടത്തുന്നുണ്ട്. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മളോട് ആ സ്പേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു ഇതിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ എനർജി നമുക്ക് ഗുണകരമായി മാറ്റുന്നു എന്നുള്ള വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗവേഷണത്തിൽ നിന്നാണ് ആചാര്യന്മാർ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ഇപ്പം മാനസാരം, മയമതം, സമരാങ്കണ സൂത്രധാര, ഇങ്ങനെയുള്ള ഒരു മനുഷ്യാലയ ചന്ദ്രിക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മനുഷ്യാലയ ചന്ദ്രിക, ഇത്തരം ഗ്രന്ഥങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഡീൽ ചെയ്തിരിക്കുന്നത് ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻസ് പോലും നമുക്ക് കംഫർട്ടിൽ കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം. വീടിൻ്റെ സൈസ്, വീടിൻ്റെ പെരിമീറ്റർ, വീടിൻ്റെ റൂം സൈസ് എങ്ങനെ, ഇതെല്ലാം ഈ പ്രൊപ്പോർഷണൽ ഇതിനകത്ത് വാസ്തു പറയുന്ന ഒരു കോസ്മിക് ഓർഡറിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ജോമെട്രിയിൽ ആ ജോമെട്രി നമ്മളിൽ ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബോക്സിൽ നമ്മളൊരു പട്ടിക്കുട്ടിയെ പിടിച്ചിട്ടെന്ന് വെച്ചു. ആ ബോക്സിന്റെ സൈസ് ചില സൈസുകളിൽ എത്തുമ്പോഴത്തേക്ക് ഇത് കംഫർട്ടില്ല, അല്ലെങ്കിൽ ഇത് കിടന്ന് ഓടുന്നതാണ്. ചിലപ്പോൾ ഇത് ശരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ ഒരു സ്പേസിൽ ഇരിക്കുന്ന സമയത്ത്. നമ്മളിപ്പോൾ ഇരുട്ട് മുറി ഇരിക്കുമെന്ന് വെച്ചോ, നമുക്കൊരു ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്, അല്ലേ? നമ്മളൊരു സീലിംഗ് വളരെ താഴ്ന്ന ഒരു മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു മെന്റൽ ടെൻഷൻ വരും.
ഇതെല്ലാം സ്പേസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് വാസ്തു ശരിക്കും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം പഞ്ചഭൂതങ്ങളും അതിൻ്റെ സ്വാധീനവുമാണ് നമുക്ക് ഇതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിന് വീടിൻ്റെ ഓരോ മൂലകളെയും അല്ലെങ്കിൽ ഇപ്പം 8 ഡയറക്ഷൻസിനെയാണ് നമ്മൾ, അതായത് ഇപ്പോൾ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറെന്നതിലുപരി വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്, ഇങ്ങനെ 8 സോണുകളാണ്. ഈ സോണുകളിൽ ഓരോന്നിനും ഓരോ പഞ്ചഭൂതത്തിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇപ്പം കന്നിമൂല എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് എർത്ത് എലിമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഹെവി ആവണമെന്ന് നമ്മൾ പറയുന്നത്, ഹെവി ആവണം, ഹൈറ്റ് വരണം എന്ന് പറയുന്നത് ഈ എർത്ത്. വേറൊന്നും ഇതിനൊരു സയന്റിഫിക് ആസ്പെക്ട് പറഞ്ഞാൽ ഈ കാറ്റ്, ശക്തിയായ കാറ്റുകൾ റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ. കന്നിമൂല ചെയ്യണം, കന്നിമൂല അടഞ്ഞു കിടക്കണം എന്നാണ് പറയുന്നത്. കന്നിമൂല അടഞ്ഞു കിടക്കണം, കന്നിമൂല ഉയർന്നു കിടക്കണം, കന്നിമൂല ഒരു കാരണവശാലും തുറന്നു കിടക്കരുത്. ഇങ്ങനെയൊക്കെ ഇതിന് കാരണം വാസ്തു കാണുന്നത് നോർത്ത് ഈസ്റ്റ് ഈശാനുകോണിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി സൗത്ത് വെസ്റ്റിൽ കന്നിമൂലയിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. കന്നിമൂലയിലൂടെയാണ് അത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. ബാക്കി അതുകൊണ്ട് എപ്പോഴും ഈശാനം തുറന്നു കിടക്കണമെന്ന് നമ്മൾ പറയും. ഈശാനം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വിൻഡോസും ഡോസും അഡ്വക്കേറ്റ് ആയിട്ടുള്ള വിൻഡോസും ഡോസും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ പോസിറ്റിവിറ്റി ഉള്ളിലോട്ട് വരും. പോസിറ്റിവിറ്റി നേരത്തെ പറഞ്ഞ ഇരുട്ട് റൂമിന്റെ ഒക്കെ ചേർന്നിട്ടുള്ള, അപ്പൊ ഈ റൂംസിലുള്ള കളേഴ്സ് ഇതിനെ ബാധിക്കുന്നു. എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസ് കമ്മ്യൂണിക്കേഷനാണ് വാസ്തു നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എർത്ത് എലിമെന്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ ബ്രൗണിഷ് പോലത്തെ കളർ എടുക്കുമ്പോൾ, വാട്ടർ എലിമെന്റ്, നമ്മൾ നോർത്ത് ഈസ്റ്റ് വാട്ടർ എലിമെന്റ് ആണ്, അവിടെ നമ്മൾ നീല കളർ പോലുള്ള കളറിലേക്ക് പോകും. ഈ കളർ പോലും നമ്മൾ ഈ പഞ്ചഭൂതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഈ അടുക്കള, അഗ്നികോണിൽ അടുക്കള കൊടുക്കുമ്പോൾ അവിടെ റെഡിന്റെ ഒരു വേരിയേഷൻസ് ആണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. ഇതെല്ലാം ലേറ്റർ സ്റ്റൈൽ ഇവോൾവ് ചെയ്ത് വന്ന മോഡേൺ ആർക്കിടെക്ചറിൽ ഒരുപാട് കോമ്പിനേഷൻസ് വാസ്തുവുമായി ചേർന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ പിന്നെ ഈ ഫുങ്ഷി പോലുള്ള വിദേശമായിട്ടുള്ള ഇതും നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ വാസ്തു എപ്പോഴും സംസാരിക്കുന്നത് ബിൽഡിംഗ് ഓറിയന്റേഷനെ പറ്റിയാണ്. വ്യക്തിപരമായ ഓറിയന്റേഷൻ ഇല്ല. പക്ഷേ ഈ ഫംഗ്ഷനിക്കെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഓറിയന്റേഷൻ ഉണ്ട്. ഓരോ വ്യക്തിക്ക് അനുസൃതമായിട്ട് ഇതിൽ മാറ്റങ്ങൾ വരും. പക്ഷെ വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ബിൽഡിങ്ങും അതിന്റെ ഇത് മാത്രമാണ് വാസ്തു പറയുന്നത്. എപ്പോഴും ഒരു ബിൽഡിംഗ് ഏറ്റവും കംഫർട്ട് ലെവലിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് മെയിൻ. അതുമാത്രം ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ വീടിനുള്ളിൽ മൂവ് ചെയ്യുന്നത് പോലും എങ്ങനെയാണ് പ്രദക്ഷിണം എന്ന് പറയും. നമ്മൾ ഈ പ്രദക്ഷിണം നടത്തുന്നത് പോലും എങ്ങനെയാണെന്ന് കൃത്യമായി വാസ്തു സ്റ്റഡി ചെയ്യണം. പഴയ തറവാടുകളൊക്കെ ശ്രദ്ധിച്ചറിയും എങ്ങനെയാണ് ആ മൂവ്മെന്റ് പോകുന്നുള്ളത്. ആളുകൾക്ക് പൊതുവെ ഇതെല്ലാം ഒരു പേടിയായിരിക്കും, ഇങ്ങനെ A to Z ശ്രദ്ധിക്കാനുള്ള ഒരു ഭയം ആൾക്കാർക്ക് കാണത്തില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും മാത്രം കോൺസെൻട്രേറ്റ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയി മെയിൻ ആയിട്ടുള്ള ആളുകൾ ഓരോരുത്തർ പറയുമ്പോൾ ഇതൊരു ഭയമായിട്ട് മാറുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, അതിന്റെ കാരണം നിങ്ങളുടെ വീടാണെന്ന് പറയുമ്പോൾ അന്ന് മുതൽ വീടിനെ അവർ വെറുത്തു തുടങ്ങുകയാണ്. അങ്ങനെയല്ല അതിന്റെ കാര്യം. ഒരിക്കലും നമ്മൾ വെറുത്തുകൊണ്ടൊരു വീട്ടിൽ താമസിക്കാൻ പാടില്ല. നമ്മൾ വീടിനെ ബഹുമാനിക്കണം. നമുക്കൊരു സ്പേസ് ദൈവം തന്നത് അനുഗ്രഹത്തോടു കൂടി കണ്ടിട്ട് വേണം. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ വീടിനെ നമ്മൾ വീടിനോട് തന്നെ സംസാരിക്കണമെന്ന് പറയും. ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ വീട് ഒരു വശം മൊത്തം ഇടിച്ചു കളയാം. ഇടിപ്പം പൊളിപ്പം മാത്രമല്ല വാസ്തു എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം. അത് ആ പ്രശ്നം ഉള്ളതും. പിന്നെ എന്നെ ചിലരൊക്കെ വിളിച്ചു ചോദിക്കും, കിണർ ഇവിടെ ഇരിക്കുന്നു എന്ത് ചെയ്യണം, അല്ലാതെ അവിടെ ഇരിക്കുന്നു എന്ത് ചെയ്യും. പക്ഷെ ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ പ്രശ്നം പഠിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. വാസ്തുവിന്റെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് സ്ഥാനമുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണർ വരേണ്ടത്. അത് മീനൻ രാശി മേടൻ രാശി എന്ന് 2 പൊസിഷൻ നമ്മൾ ഇതിനെ ശരിക്കും വാസ്തുവില് ഈ ആർക്കിടെക്ചറിൽ അസ്ട്രോളജി കയറി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അത് ആ കോമ്പിനേഷനിലാണ് ഇതിനെല്ലാം വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിന് ആ പൊസിഷൻസ് എല്ലാം അസ്ട്രോളജിക്കലി നിർവഹിച്ചാണ് മീനൻ രാശി മേടൻ രാശി എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ് നമ്മൾ കിണർ വരേണ്ടത്. അതേസമയം നോർത്ത് വെസ്റ്റിൽ കിണർ വരാൻ പാടില്ല, സൗത്ത് വെസ്റ്റിൽ കിണർ വരാൻ പാടില്ല, സൗത്ത് ഈസ്റ്റിലും കിണർ വരാൻ പാടില്ല. ഈ സൗത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എങ്ങനെ എന്നുള്ളത് അത് ശരിക്കും പ്ലാൻ കണ്ടിട്ട് പൊസിഷൻ കണ്ടിട്ട് സെക്ടറിനെ ഇതറിയുന്ന ജിയോമെട്രിക്കലി ഡിവൈഡ് ചെയ്ത ഒരു കൺസൾട്ടന്റിന് മാത്രമേ അത് പറ്റുള്ളൂ. വെറുതെ പോയിട്ട് ഈ സ്ഥാനം കാണാനായിട്ട് ചെന്നിട്ട് ഞാൻ എന്താ ഇവിടെ വടക്ക് കിഴക്ക്, അതല്ല. അതിന് വേറെയും പ്രിൻസിപ്പിൾ ഉണ്ട്. വീടിന്റെ മൂലയുമായി ഇതിന് വേദം വരാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അറിയാവുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. വീടിന്റെ പ്രധാന വാതിലും ഇതേപോലെ തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രധാന വാതിൽ അത് ശരിക്കും പറഞ്ഞാൽ വാസ്തുപ്രകാരം ഈ കിഴക്ക് ചിലർക്കൊരു ധാരണയുണ്ട്, കിഴക്കും വടക്കും മാത്രമാണ് നല്ലത്. അങ്ങനെയല്ല. ഇപ്പം കിഴക്ക് ദർശനത്തിന് നമ്മൾ ധർമ്മം എന്ന് പറഞ്ഞാൽ വടക്ക് ദർശനത്തിന് അർത്ഥം എന്ന് പറയും, പടിഞ്ഞാറ് ദർശനത്തിന് കാമമെന്നും
തെക്ക് ദർശനത്തിന് മോക്ഷം എന്നും പറയും, പുരുഷാർത്ഥങ്ങളാണ്. അപ്പം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പഴയ നമ്മുടെ വീടുകളിലെല്ലാം ഈ കാരണവന്മാർ കിഴക്ക് ദർശനത്തിൽ വെച്ച കാര്യം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എത്തിക്സിനാണ്, ധർമ്മത്തിനാണ്. പിന്നെ ബിസിനസ് പരമായിട്ട് ഗുണകരമായ ആൾക്കാരെല്ലാം നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ബിൽഡിങ്ങുകൾ പ്രിഫർ ചെയ്യും. കാര്യം ബിസിനസ്സിന് ഫേവർ ചെയ്യുന്നത് എപ്പോഴും നോർത്ത് ഈസ്റ്റിലൂടെ സ്പേസ് ചെയ്തിരിക്കുന്ന, നോർത്തും നോർത്ത് ഈസ്റ്റും ഒക്കെ ഫേസ് ചെയ്തിരിക്കുന്നതാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അതിൻ്റെ ആ എൻട്രി പോസ്റ്റിൻ്റെ കാര്യമാണ്. നോർത്തിൽ വരുന്നതാണ് ബിസിനസ്സിന് നല്ലത്. ഈ പടിഞ്ഞാറിലേക്ക് വരുമ്പോഴത്തേക്കും കാമം ആഗ്രഹങ്ങളാണ്. അപ്പം പടിഞ്ഞാറ് ഒരുപാട് ഗ്രോത്ത് തരുമെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ചെലവാക്കേണ്ടി വരും. ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ അതുപോലെ തന്നെ ചെലവാകുകയും ചെയ്യും. ഓരോരുത്തർ പറയുമല്ലോ വീട് പണിയുമ്പോഴെന്തുവാ ചെലവാ കിട്ടുന്നതിനെക്കാട്ടിയും ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഘടനയിലുള്ള എന്തെങ്കിലും വ്യത്യാസവും മാത്രമല്ല കണക്കിലുള്ള കാര്യങ്ങളിലും എല്ലാം വരും. പക്ഷെ ഇത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും വരവ് ഒരുപാട് പൈസ വരുന്നുണ്ട്. എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, പൈസ ഒരുപാട് വരുന്നുണ്ട്, അത് ചെലവായി പോയിക്കൊണ്ടിരിക്കുന്നു. അതും നമ്മുടെ സൈക്കോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. അതിനുള്ള ആ നിയന്ത്രണം വരുന്നതിന് ഈ സ്പേസ് സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, തെക്ക് ദർശനം എന്ന് പറയുന്നത് മോക്ഷം കാറ്റഗറിയാണ്. അതായത് ആത്മീയ ഉന്നതിയാണ് നമുക്ക് തെക്ക് ദർശനം. അപ്പം ഈ വയസ്സായ ഒരാൾ വീട് വയ്ക്കുന്നു വെച്ചോ, 60 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 70 വയസ്സിന് ശേഷം വീട് വയ്ക്കുന്ന ആളുകളുണ്ട്. ഇല്ലെന്ന് പറയുന്നത് എനിക്ക് 70 വയസ്സായ ക്ലയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം തെക്ക് ദർശനം വളരെ നല്ലതാണ്. കാര്യം അത് ആത്മീയമായ ഉന്നതിക്ക് തെക്ക് ദർശനം വളരെ നല്ലതാണ്. അപ്പം ഇതാണ് അതിൻ്റെ കാറ്റഗറൈസേഷൻ. അല്ല ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഉണ്ടായാൽ മാത്രമേ അത് നല്ലതാവൂ എന്ന് പറയുന്നത് അത് അറിഞ്ഞുകൂടാതെ പറയുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻസ്, ഇപ്പം ചില ആളുകൾ, എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ ഒരുപാട് സൈറ്റ് ഞാൻ നോക്കി കൊടുത്തിട്ടാണ് അവർ അവസാനം വീട് വയ്ക്കാൻ സൈറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ എപ്പം നമ്മൾ നോക്കിയാലും തെക്ക് ദർശനമേ കിട്ടുള്ളൂ. ഞാനിതിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നോർത്തും ഈസ്റ്റും ഒക്കെ സജസ്റ്റ് ചെയ്താൽ പോലും പുള്ളിക്ക് അത് ഇഷ്ടപ്പെടില്ല. അവസാനം ലാസ്റ്റ് ആ സൗത്തിൽ തന്നെ വന്ന് നിൽക്കും. അതൊരു യോഗമാണ്. അടുക്കള നമ്മൾ പണിയുമ്പോൾ, അടുക്കള ഒരു വീടിന്റെ ഐശ്വര്യമാണെന്ന് പറയുന്നുണ്ടല്ലോ, അത് പണിയുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഓരോരുത്തർ പറയുന്നത് കേട്ടോ അടുക്കള ഒരുപാട് വലുതാകാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ അടുക്കള എന്തുകൊണ്ട് വലുതാകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു സയന്റിഫിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കുക്കിങ്ങിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മൂവ് ചെയ്യുമ്പോൾ എനർജി വേസ്റ്റ് ആവാം. നമ്മുടെ തന്നെ എനർജി വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ നല്ല അടുക്കള ചിലർ പറയും മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ അങ്ങനെ കണക്കില്ല ശരിക്കും. അത് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞ് രണ്ടാമത് പിന്നെ വന്ന ഒരു വെർഷനാണ്. പണ്ടൊക്കെ അടുക്കളയും അതിൻ്റെ കൂടെ തന്നെ ചായപ്പ് ഇങ്ങനെ പല 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 പോർഷൻസ് ആയിട്ട് ഓപ്പൺ കിച്ചണൊക്കെയാണല്ലോ. അപ്പൊ അതിന് നമുക്ക് കണക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ പോകണമെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ അതിനകത്ത് പിന്നെ അടുക്കളയുടെ സ്ഥാനം വളരെ പ്രധാനമാണ്. നമ്മൾ അഗ്നികോണ് ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് അഗ്നികോണാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ മാത്രം ഉള്ള ഒരു ട്രെൻഡാണ് നോർത്ത് ഈസ്റ്റ്. പണ്ട് കാലങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ, അത് വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കിണറിൻ്റെ സ്ഥാനം തൊട്ടടുത്തായതുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഒരു ഇത് തുറന്ന് നേരെ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്ന സിസ്റ്റം ഒക്കെ പണ്ടുണ്ടായിരുന്നു. ആ കൺവീനിയൻസിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും ബേസ് ചെയ്തിട്ടാണ് അന്ന് അങ്ങനെ ചെയ്തത്. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഒരിക്കലും നല്ലൊരു പോർഷൻ കിച്ചണായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ജനറലൈസ് ചെയ്ത് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ സൗത്ത് ഈസ്റ്റ് എന്നുള്ള സ്ഥാനത്തിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അഗ്നികോണ്. കാര്യം അഗ്നിക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലം, അഗ്നിക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലമാകുമ്പോഴത്തേക്കും കുക്കിംഗ് അത്രത്തോളം പെർഫെക്റ്റ് ആവും. അതാണ് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതാണ് ഇപ്പം അഗ്നികോണിൽ കൊണ്ട് പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. ചിലപ്പം വർക്കും കർപ്പൂരമൊക്കെ കത്തിക്കുന്ന സമയത്ത് ഒരു ഫയർ ഹസാർഡിൻ്റെ സാധ്യത വരും. അത് കാര്യം അപ്പം ഇതിൻ്റെ യൂസേജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഗ്നി ഏറ്റവും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കിച്ചണിലാണ്. അപ്പോൾ കിച്ചൺ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ വരുമ്പോൾ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ജലത്തിൻ്റെ സ്ഥാനമാണ്. ഈ ജലവും അഗ്നിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചിന്തിച്ചാൽ ജലം എന്ന് പറയുന്നത് പെട്ടെന്ന് പൊല്യൂട്ടാവും. സ്വയം പൊല്യൂട്ടായിക്കൊണ്ടാണ് പൊല്യൂട്ടായി പോകുന്നത്. അപ്പോൾ നമ്മൾ ജലം കൊണ്ട് സാധനം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊല്യൂഷനിൽ തന്നെയാണ് അത് പോകുന്നത്. അഗ്നി അങ്ങനെയല്ല, ശുദ്ധിയാക്കുമ്പോഴും സ്വയം ശുദ്ധനായി എപ്പോഴും നിൽക്കുന്നതാണ് അഗ്നി എന്ന് പറയുന്നത്. അതുകൊണ്ട് അഗ്നികോണിലാണ് കിച്ചൺ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. പൂജാമുറിയിൽ നമ്മൾ പ്രാധാന്യം എന്താ? പൂജാമുറി ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പൂജാമുറി എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടിനെ സംബന്ധിച്ചോളം മനുഷ്യാലയത്തിൽ പ്രാർത്ഥനാ മുറി എന്ന് വേണം നമ്മളതിന് പറയാൻ. നമ്മൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ ഒരു അമ്പലത്തിന്റെ വാസ്തുവിലേക്കോ അല്ലെങ്കിൽ ദേവാലയത്തിന്റെ വാസ്തുവിലേക്കോ ഒന്നും നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാനും പാടില്ല. അത് താന്ത്രികമായിട്ട് ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ചില സ്ഥലത്ത് എനിക്കറിയാം ഈ പൂജാമുറി കയറി പവർഫുൾ ആയിട്ട്
ഇതൊരു ഓ. ദേവാലയത്തിന്റെ രൂപത്തിലേക്ക് വരുന്ന ഉം. അവസ്ഥകൾ വന്നിട്ടുണ്ട്. അത് ആ. വീട്ടമ്പലം എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ പല നമ്മുടെ ഓക്കെ. വടക്കോട്ടൊക്കെ ഉണ്ട്. അത് ശരിക്കും ഉം, ഉം, അതാവുന്നതിന്റെ കാരണം അതാണ്. ഉം, നമ്മൾ ഉം. അതിനൊരു ലിമിറ്റ് ഉണ്ടാവണം. വീട്ടിനകത്ത് പൂജ ചെയ്യുമ്പോൾ പൂജ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഓക്കെ. അതിന് നമ്മളതിങ്ങനെ ഒരു നിഷ്ഠ പോലെ ചെയ്യുമ്പോൾ അത് ദേവനെ, ഇപ്പൊ താന്ത്രികമായി ദേവനെ പ്രതിഷ്ഠിച്ച് ചെയ്യുന്നത് പോലെ അല്ല വീട്ടിൽ പൂജ ചെയ്യുക എന്ന് ഓക്കെ, പറയുന്നത്. ഓക്കെ, ഇതിന് മനസ്സിലായി. വ്യത്യാസം. വീട്ടിൽ പൂജ എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പൂജകളാണ്. ചെയ്യുന്നത്. ആ പൂജാമുറി വീട്ടിൽ കൊടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആണ് ആ. ഏറ്റവും നല്ല പൊസിഷൻ, വടക്ക് കിഴക്ക്. ഇനി അവിടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് എല്ലാം ദർശനം കിട്ടുന്ന ഒരു നല്ല പോർഷനിൽ അവൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ ഡിഫൈൻ ചെയ്ത് കിട്ടണമെന്നൊന്നുമില്ല. ചിലരത് വലിയ മുറിയായിട്ട് തന്നെ ചെയ്യും. കാര്യം അത് മെഡിറ്റേഷന്റെ ആംഗിളിലൊക്കെ വേണമെങ്കിൽ സ്പേസ് വലുതാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുറിയായിട്ട് ഓക്കെ. ചെയ്യാം. യോഗ അല്ല അതൊക്കെ അതൊക്കെ അതിന് വേണ്ടി. അപ്പം അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു വിളക്ക് വെക്കാനൊരു സംവിധാനം മാത്രം മതി നമുക്ക്. അതിനപ്പുറത്തേക്ക് അതിനെ ഒരു വലിയ ഇതായിട്ട് മാറ്റി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഈ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ഈ ക്ഷേത്രങ്ങൾ പണിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വാസ്തു നോക്കാറില്ലേ? തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ പറയുമ്പോൾ ഇത് രണ്ട് വാസ്തു കോൺസെപ്റ്റ്. രണ്ടെന്ന് പറയാൻ കാര്യം, അടിസ്ഥാനപരമായ തത്വങ്ങൾ പലതും ഒന്നായിരിക്കും, പക്ഷേ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഇതിന്റെ ജോമെട്രിയിലും ഇതിന്റെ കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സിലും വ്യത്യാസമുണ്ട്. നമ്മൾ അതിനകത്ത് അടിസ്ഥാനം ഇതെല്ലാം കെട്ടിരിക്കുന്ന രീതി ഇതെല്ലാം വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ഒരു മനുഷ്യ ശരീരം പോലെയാണ് വീടിനെ കാണുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് ഗർഭഗൃഹം ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ മഹാദ്വാരം മുതൽ ഇങ്ങനെ പോകും. ഈ ദ്വാരം മുതൽ ഇതങ്ങ് അറ്റം വരെ അത് മനുഷ്യ ശരീരത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് ക്ഷേത്രം വരുന്നത്. ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ് വീടിന്റെ ആർക്കിടെക്ചറുമായിട്ട് നോക്കുമ്പോൾ. അത് പക്ഷേ ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ നിയമങ്ങളൊക്കെ ഏതാണ്ട് സെയിം ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കിണറിന്റെ സ്ഥാനമായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ വാതിലിന്റെ പൊസിഷൻ, നമ്മൾ അതിന് വ്യത്യാസമുണ്ട്. ഈ തിടപ്പള്ളി പറയുന്ന ഈ സൗത്ത് ഈസ്റ്റ് തന്നെയാണ്. അഗ്നികോണ് തന്നെ നമ്മൾ കിച്ചൺ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് തിടപ്പള്ളി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ബേസിക് പ്രിൻസിപ്പിൾ, കന്നിമൂലയുടെ കാര്യം, സ്ലോപ്പിന്റെ കാര്യമൊക്കെ ഏതാണ്ട് എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഇതിന്റെ ജോമെട്രിക്കൽ പ്രൊപ്പോർഷനിങ്ങിന്റെ രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ കണക്കുകളെടുക്കും. പിന്നെ ഓരോ ക്ഷേത്രത്തിനും ഓരോ കോൺസെപ്റ്റാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ക്ഷേത്രങ്ങൾ തന്നെ പല വിധത്തിലുള്ള ഡിസൈൻസ് ഉണ്ട്. നമ്മൾ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ആർക്കിടെക്ചറും ഈ ഐക്കണോഗ്രഫിയും നമ്മൾ പോലെ ശില്പശാസ്ത്രം അതൊരു വലിയ ഏരിയയാണ്. അപ്പം തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞപ്പം തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു ഗോപുരത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് അന്ന് എഞ്ചിനീയറിംഗ് അത് എങ്ങനെ വെച്ചാൽ ഒരു വലിയൊരു യൂണിറ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ഞാൻ പറയുന്നത് അന്ന് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒന്നും ഇത്ര ഡെവലപ്ഡ് അല്ലെങ്കിലും അന്ന് എഞ്ചിനീയറിംഗ് മൈൻഡുള്ള ആചാര്യന്മാരുണ്ടായിരുന്നു. നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ കാണുമ്പോൾ അറിയാലോ, ഓരോ ഗോപുരങ്ങളും ഒക്കെ അത് അത്ര ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത്. ആർക്കിടെക്ചറും എഞ്ചിനീയറിംഗ് പത്മനാഭസ്വാമി ക്ഷേത്രം അതെ ഇതിന്റെ ആ ഒരു ഇംപ്ലിമെന്റ് നമ്മളിപ്പോൾ അതിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിച്ചു ആ കല്ലുകൾ എങ്ങനെയാണ് ഇത്ര ഹൈറ്റിൽ റേസ് ചെയ്തെന്നൊക്കെ ചിന്തിക്കുക. ആനയെ കൊണ്ട് വലിച്ചും വൈക്കോലിട്ട് പൊക്കിയും ഒക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട് അല്ലേ? അതൊക്കെ കാണുമ്പോൾ അതിന്റെ അത്രയും ഭംഗിയായിട്ട് എങ്ങനെ ചെയ്തു നമുക്ക് സംശയം തോന്നും. പലപ്പോഴും ഡൗട്ട് വരുന്ന രീതിയിൽ ഇതെങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ആർക്കിടെക്ചർ. അത് ശരിക്കും ആർക്കിടെക്ചർ ഒരു നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ആർക്കിടെക്ചറും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരമ്പര്യം. നമ്മളത് സ്റ്റഡി ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. വാസ്തു യഥാർത്ഥത്തിൽ ഇതാണ്. നമ്മൾ പലപ്പോഴും വാസ്തു നോക്കുമ്പോൾ എല്ലാവരും ഏതോ ഒരു അസുരൻ എന്നെ വന്ന് ഇങ്ങനെ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നല്ലോ, ടെൻഷൻ അടിച്ചിരിക്കും. അങ്ങനെ പേടിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് പേടിക്കുന്ന ഞാൻ ലഘൂകരിച്ച് പറയുന്നതല്ല. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഇങ്ങനെ, സാർ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഒരു ലഘൂകരിച്ച് വാസ്തുവിനെ പറയുന്നത്? ലഘൂകരിച്ച് പറയുന്നതല്ല, അത് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അത് സംസാരിക്കുമ്പോൾ ഒരാളിൽ ആദ്യമേ ഭയം അങ്കുരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ആ സ്പേസിന് എവിടെ കയറിയാലും എന്ത് പുള്ളിക്ക് സംഭവിച്ചാലും വാസ്തുവിന്റെ കുറ്റം പറയും. അത് മാത്രമല്ല, ഇത് നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് എന്ത് സംഭവിച്ചാലും വീടിന്റെ വാസ്തുദോഷമാണെന്ന് പറയുന്ന ഒരു ട്രെൻഡുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല, ഒരിക്കലും. കാര്യം നമുക്ക് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കർമ്മഫലമുണ്ട്, നമ്മുടെ ജാതക ഫലമുണ്ട്. ഇതെല്ലാം അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അല്ലാതെ നമ്മളെല്ലാം വാസ്തുപ്രകാരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിലെ വാസ്തു പ്രശ്നമാണ് ഇങ്ങനെ ചില ആൾ എനിക്കുണ്ട്. ഈ ചിലരിങ്ങനെ ഒരു ഭ്രാന്തമായ രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവിടെ നിന്ന് അതിനെടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ കുഴപ്പമില്ല, അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തോ അതൊരു ശരിക്കും മാനസികമായിട്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് ഇത് ടെൻഷൻ ഉണ്ടാവുന്നത്. ഇതിനെ ഒരുപാട് ഓവറായിട്ട് ഭയക്കുന്നത് കൊണ്ടാണ്. ഇത് ഭയക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഭയക്കേണ്ട എലിമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഭയത്തിന്റെ മാത്രം കാര്യങ്ങളല്ല.
നമുക്ക് പരിഹാരമുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ? പരിഹാരമുണ്ട് അതിനകത്ത്. ഈ കംഫർട്ട് സോൺ എന്ന് നമ്മൾ പറയില്ലേ, കംഫർട്ട് സോൺ ആർക്കിടെക്ചർ എന്ന് വേണമെങ്കിൽ വാസ്തുവിനെ പറയാം. നമ്മുടെ കംഫർട്ട് സോൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്താണ് റിക്വയർമെന്റ്, ആ റിക്വയർമെന്റിൽ നമ്മൾ എങ്ങനെയാണ് വാസ്തുവിന്റെ ഇപ്പൊ ഇതെല്ലാം കൂടെ 100% വാസ്തു ഒന്നും പോസിബിൾ അല്ല. അങ്ങനെ ചിന്തിക്കാനും പാടില്ല. 100% വാസ്തു പോസിബിൾ ആണോ എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത്. 100% പറ്റില്ലായിരുന്നു. നമുക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാസ്തു ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഇംപെർഫെക്ഷനിൽ തന്നെ കുറച്ച് വരും. പക്ഷെ നമുക്കതിനെ ഒരു 80%, 90% കൊണ്ട് എത്തിക്കാൻ പറ്റും നമ്മൾ നന്നായിട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ സാർ ഇപ്പൊ ഒരു എഞ്ചിനീയർ ആണല്ലോ, അപ്പൊ ഇപ്പോഴത്തെ മോഡേൺ എഞ്ചിനീയറിംഗും അതേ കണക്ക് വാസ്തുവും തമ്മിൽ എങ്ങനെയാ മുന്നോട്ട്, എങ്ങനെയാണ് തമ്മിലുള്ള താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ? ഞാൻ ശരിക്കും പറഞ്ഞു ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസും നമ്മൾ അന്നൊന്നും ഇല്ലാത്ത പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. നാനോ ടെക്നോളജി, അതുപോലെ തന്നെ AI പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ കൂടുതലും വിഷ്വൽ ബ്യൂട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇതിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം എനിക്ക് വാസ്തു നിലനിർത്തിക്കൊണ്ട് മോഡേൺ ആർക്കിടെക്ചറിന്റെ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്താണ് ഞാൻ എല്ലാ ബിൽഡിങ്ങും ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് എല്ലാം പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെയാണെങ്കിൽ വാസ്തുവിൽ സ്റ്റീൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ സ്റ്റീൽ സ്ട്രക്ചർ ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുക. അപ്പം ഇതിനകത്ത് ഞാൻ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പണ്ട് അങ്ങനെ ചെയ്തിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. പണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം നമുക്കത് ഇപ്പം റിലവൻ്റ് ആണ്. ഇപ്പം തന്നെ വരുന്നുണ്ട് ബയോഫിലിക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസ്പോൺസീവ് ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഒരുപാട് കോൺസെപ്റ്റ് ആർക്കിടെക്ചറിൽ ഇതൊക്കെ തന്നെയാണ് വാസ്തു പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പഴയ ഇത് പറഞ്ഞപ്പോൾ പണ്ട് നമ്മളെ തറവാട് വീടുകളൊക്കെ പക്കയായിട്ട് ആർക്കിടെക്ചർ നോക്കി വാസ്തു നോക്കിയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ പലതും ക്ഷയിച്ച് ആളുകളില്ലാതെ ദാരിദ്ര്യത്തിലൊക്കെ പെട്ട് അങ്ങനെ പോയത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നെഗറ്റീവ് എലമെന്റ്സ് ആയിട്ട് ആളുകൾ പറയുന്നുണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിപ്പം ഒരു വർഷം പെട്ടെന്ന് ക്ഷയിച്ചല്ല പോകുന്ന 10, 20, 300 വർഷം കഴിഞ്ഞിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറയണത്. കാര്യം ഞാൻ 110, 115 വർഷത്തിന് ശേഷം റിനോവേറ്റ് ചെയ്ത ഒരു ബിൽഡിംഗ് ഞാൻ കൺസൾട്ടന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഉണ്ടായ കുറെ മാറ്റങ്ങളൊക്കെ ആ സ്പേസിൽ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ഇതിനകത്തുള്ള പ്രശ്നം ഈ പഴയ വലിയ ബിൽഡിംഗ് ഒക്കെ ഇപ്പം 4, 3 ആയിട്ടൊക്കെ തിരിച്ചിരിക്കുക. ഒരു പാർട്ട് ഒരാൾക്ക് എഴുതി കൊടുക്കും, ഒരു പാർട്ട് ഒരാൾക്ക് എഴുതി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഇവന്മാർ ഓരോ മോഡിഫിക്കേഷൻ ചെയ്യും. അപ്പോൾ ഈ സ്ട്രക്ചറിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നിലനിൽക്കവേ തന്നെ പഴയ ആർക്കിടെക്ചർ പണ്ട് ചെയ്തത് കൊണ്ട് അത് പെർഫെക്റ്റ് ആണോ നിർബന്ധമൊന്നുമില്ല. പണ്ടത് ചെയ്തു, നമ്മൾ വിശ്വസിക്കുന്നു അത് വാസ്തു പ്രിൻസിപ്പിൾസ് ചെയ്തെന്നാണ്. ഈ ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടെത്താൻ ഇപ്പോഴും നമുക്ക് പറ്റും. ഞാനിപ്പം ചില സ്ഥലങ്ങളിൽ ഞാൻ പോയി തറവാട് ഇടയ്ക്ക് നോക്കാൻ പോയപ്പോഴത്തേക്കും തറവാട് ക്ഷയിച്ചു പോയാണ്. അപ്പൊ പിന്നെ നോക്കി വന്നപ്പോൾ കന്നിമൂലിൽ കിണറുണ്ട്. ഇത് അന്ന് നോക്കി ചെയ്ത ആൾ എന്തുകൊണ്ട് അത് നോക്കിയില്ല? അപ്പൊ മനുഷ്യൻ അന്നും തെറ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അന്ന് ചെയ്തവരെല്ലാം ശരിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഇന്നും അന്നും ആയാലും തെറ്റുകൾ മനുഷ്യന്റെ ഭാഗത്ത് സഹജമായി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷയിച്ചത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതെ, ആ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ആ മിസ്റ്റേക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ആ സമൃദ്ധിയിൽ നിന്ന് ഔട്ടായി മാറുന്നത്. പിന്നെ ചിലത് ഇപ്പം വീടിന് നമ്മൾ ആയുസ് നിശ്ചയിക്കും. 100 വയസ്സ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്കതിന് അത് നമ്മൾ ജിയോമെട്രിക്കലായിട്ട് കൂട്ടി എടുക്കുന്നതാണ്. ഇതിനകത്ത് ഉത്തമം, മധ്യമം എന്നൊക്കെയുള്ള കാറ്റഗറി പറയുന്ന പോലെ തന്നെ വീടിന് കൃത്യമായ ആയുസുകൾ നമ്മൾ നിർവചിച്ചിട്ടുണ്ട്. അത് ഇന്ന ഡയറക്ഷനിലിരിക്കുന്ന ഈ ടൈപ്പ് ഇതിന് ഇത്ര വർഷം ലൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഇതുപോലെ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച വീടിന് 100,000 വർഷം ആയുസ് കിട്ടും എന്നൊക്കെ വരെ വാസ്തുവിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമില്ല. തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താന്ന് കിടക്ക് സ്ലോപ്പ് ഉള്ള ബിൽഡിങ്ങിനെയാണ് ഈ പറഞ്ഞ 1000 വർഷം വരെയൊക്കെ ആയുസ് ഉണ്ടെന്ന് പറയുന്നത്, ആ സ്പേസിൽ ഇരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ പല സ്വാധീനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ നമ്മൾ ഇപ്പൊ ചിലർ വെച്ച് ഈ പ്രളയം വന്നപ്പോഴത്തേക്ക് വാസ്തുപരമായിട്ട് വെച്ച ഒരുപാട് ബിൽഡിങ്ങുകൾക്ക് നാശം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വാസ്തു വിദഗ്ധനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഇതൊരു കോമൺ സാധനം. നമ്മളിപ്പോൾ ശരിക്കും ഈ ഒരു സ്പേസ് നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഒരു കളക്റ്റീവായിട്ട് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യാസം. ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലി മാത്രമല്ല, അവിടെ ഇത്രയും ഫാമിലികൾ ഒരുമിച്ച് താമസിക്കുകയാണ്.
എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി സ്പേസ് അവിടെ വരുന്നുണ്ട്. ഒരു കോമൺ ചോദ്യമാണ്. കാര്യം എല്ലാവരും ഫ്ലാറ്റിൽ നോക്കുമ്പോൾ ആർക്കും വാസ്തുപരമായിട്ട് ഒന്നും നോക്കുന്നൊന്നുമില്ല. അതേ കണക്ക് തന്നെയാണ് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ വീടിന്റെ ഘടന മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്താ സാർ പറയുന്നത്? രണ്ട് ആദ്യത്തെ ഫ്ലാറ്റിന്റെ കാര്യത്തിൽ ഞാൻ വരാം. ഫ്ലാറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റിന് മൊത്തത്തിലൊരു വാസ്തുവുണ്ട്. ഫ്ലാറ്റിന്റെ പൊസിഷൻ ഇരിക്കുന്നു, അത് ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ആ ടെറൈൻ എങ്ങനെ കിടക്കുന്നു, വെള്ളം എങ്ങോട്ട് ഒഴുകുന്നു, ഇതെല്ലാം ആ ഫ്ലാറ്റിന്റെ മൊത്തം വാസ്തുവിൽ വരുന്ന കാര്യമാണ്. ഇത് കൂടാതെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ അപ്പാർട്ട്മെന്റിനും വാസ്തു ഉണ്ട്. കാര്യം വാസ്തു എപ്പോഴും പറയുന്ന ഒരു മണ്ഡലം എന്നാണ്. നമ്മൾ ഏത് മണ്ഡലത്തെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അകത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വീടിന്റെ മണ്ഡലമാണ്. ഈ വീടിന്റെ മണ്ഡലത്തിനകത്ത് ഇപ്പം കന്നിമൂലയിൽ ബാൽക്കണി ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതുപോലെ എൻട്രൻസ് ഡയറക്ഷൻ ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള കുറേ അതിനകത്ത് അഗ്നികോണിൽ കിച്ചൺ ഇല്ല, പകരം കിച്ചൺ വേറെ ഏതെങ്കിലും റോങ് ഡയറക്ഷനിലാണെങ്കിൽ അതവിടെ ബാധിക്കും. അപ്പം ഇൻഡിവിജ്വലായിട്ടും വാസ്തുവുണ്ട്, കളക്റ്റീവായിട്ട്. പിന്നെ ചിലർ പറയും ഒന്നാം നിലയിൽ മാത്രം വാസ്തു നോക്കിയാൽ പോലും മുകളിലോട്ട് പോകുമ്പോൾ വാസ്തു ഇല്ലെന്ന് ആരോ പറഞ്ഞു, ഭൂമിയുമായി ബന്ധമില്ലാത്തത് കൊണ്ടെന്ന് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഭൂമിയുമായി ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഭൂമിയിലേക്കല്ലേ നിൽക്കുന്നത്, അതിൻ്റെ വെയിറ്റ് ഭൂമിയിലല്ല കൊടുത്തിരിക്കുന്നത്. അതൊക്കെ തെറ്റായ സംഭവമാണ്. ഇത് എത്ര നിലയാണെങ്കിലും അതിൽ വാസ്തുവുണ്ട്. ഒരു വീടെടുത്താലും വീടിന് ഒന്നാം നിലയിലും രണ്ടാം നിലയിലും കന്നിമൂലയുണ്ട്. പലർക്കും ഇപ്പോഴും അറിയില്ല. അത് ഉണ്ട്. 2 നിലയിലും കന്നിമൂലയുണ്ട്. അത് 2 നിലയിലും തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂലയാണ്. അതാണ് പലർക്കും പറ്റുന്ന ഒരു എറർ. പലപ്പോഴും ഇവർ ഈ കന്നിമൂല മുറി മുകളിൽ ഒഴിച്ചിടും. അത് ആ മുറി ഇല്ലാതിരിക്കും ആ ഭാഗം. ചിലപ്പോൾ അത് ഒരിക്കലും പാടില്ല. കാര്യം കന്നിമൂല വേക്കൻ്റായി. നമ്മളൊരു 2ാം നില കെട്ടുകയാണെങ്കിൽ കന്നിമൂല ഭാഗത്ത് മുറി എന്തായാലും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ വടക്ക് കിഴക്ക് നമുക്ക് ഒഴിച്ചിട്ടാൽ കുഴപ്പമില്ല, ബാൽക്കണി കൊടുക്കുമ്പോഴത്തേക്ക്. ഇത് നമ്മൾ നോക്കണം. ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല ഈ 2ാം നിലയിൽ കന്നിമൂല ഉണ്ടെന്നുള്ളത്. പലരും താഴെ മാത്രം നോക്കിയാൽ മതിയും ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. പിന്നെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ താഴത്തെ കണക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, മുകളിലെ കണക്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കൊടുക്കാതിരിക്കും. പക്ഷേ കാര്യം താഴെ പെരിമീറ്റർ എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മണ്ഡലം, വാസ്തുമണ്ഡലം താഴെയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഓരോ നിലയിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ ചോദിച്ചാൽ വാടക വീടിൻ്റെ കാര്യം. വാടക വീടെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു വണ്ടി, നമ്മുടെ പേരിലൊരു വണ്ടി ഉണ്ടെന്ന് വെച്ചു, നമ്മളൊരാൾക്ക് ഓട്ടിക്കാൻ കൊടുത്തു. ആ ഓട്ടിക്കുന്ന ആളിനല്ലേ അത് ബാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് വാസ്തു ദോഷമുള്ളൊരു വീട്ടിൽ താമസിച്ച വാടകക്കാരനെ ആണെങ്കിൽ വാടകക്കാരനെ ബാധിക്കും. അത് അവർക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം ഒരുപാട് പേര് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടല്ലോ, അവരോട് പ്രധാനമായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ? ചില ആളുകൾ വീട്ടിൽ വാസ്തുദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വാടക കൊടുത്തിട്ട് പോകും. വേറെ വീടൊക്കെ വെച്ചിട്ട് ഇത് വാടക കൊടുക്കുക. അപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാടകക്കാരനെ ബാധിക്കുന്ന വാസ്തുഫലങ്ങളുടെ ഒരു അംശം ഇതിന്റെ ഓണറിനും വന്നുകൊണ്ടിരിക്കും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു. കാരണം നമ്മളൊരു സ്പേസ്, അതെ, കർമ്മഫലം. നമ്മളൊരു സ്പേസ് നമുക്കറിയാം അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പൊ ഞാൻ അത് വേറൊരാൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പൈസക്ക് കിട്ടാൻ വേണ്ടി, കാര്യം അയാളുടെ നിന്ന് കാശ് വാങ്ങുകയാണ്, അയാളുടെ കർമ്മത്തിന് വില കൊടുത്ത് വാങ്ങിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വാസ്തു ഡിഫക്റ്റ് അവിടെ കിടക്കുകയല്ലേ. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്ഷൻ ചെയ്തിട്ട് വാടക കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പിന്നൊരു കാര്യം, നമ്മളൊരു വീടിനെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് വെച്ചോളൂ, വേറൊരാൾക്ക് വാസ്തുദോഷം ഉള്ളതിൻ്റെ വാടക കൊടുത്തേക്കാം. അപ്പം അവിടെ നെഗറ്റിവിറ്റി വരും. കാര്യം ഈ സ്പേസിനൊരു എനർജി നമ്മളിലേക്ക് എപ്പോഴും ഉണ്ട്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. നമ്മൾ വിചാരിക്കും, അപ്പം ഞാൻ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചെന്നൈയിൽ നിന്ന് ഒരാൾ ഇപ്പം ഇങ്ങനെ ദിവസവും വിളിച്ച് വാസ്തുവിൻ്റെ കുറ്റങ്ങൾ, വീടിൻ്റെ കുറ്റങ്ങൾ പറയാം. ഞാനത് പറഞ്ഞത് ഒരു പരിധിക്കുള്ള വേണ്ട, ഇനി പറയണ്ടെന്ന് പറഞ്ഞ് നിർത്തിപ്പിക്കുകയായിരുന്നു. അപ്പം പിന്നെ അവർ വിളിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ വീടിനെ പ്രാപിക്കൊണ്ട് എന്തിനാ വീട്ടിൽ താമസിക്കുന്നത് ചോദിച്ചു. അത് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, എല്ലാ ദിവസവും ഇനി വീട്ടിലോട്ട് കയറുമ്പോൾ വീടിൻ്റെ പടി തൊട്ട് അകത്തോട്ട് കയറാൻ പറഞ്ഞു. പിന്നെ അവർ വിളിച്ചിട്ടില്ല എന്നെ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിനെ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ പ്രാപിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതായത് നമ്മൾ FM റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യുകയും ഇത് മൊത്തം ഇങ്ങോട്ട് റിസീവ് ചെയ്യുകയും ചെയ്യും. ഇതിന് എന്തൊക്കെ ദോഷമുണ്ടോ. അപ്പം നമ്മൾ രാവിലോട്ട് വീടിൻ്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് ഞാൻ ഇരിക്കുന്നത് വീടിൻ്റെ ഇന്ന കോണിലാണ്, ഇവിടെ ഇങ്ങനൊരു ദോഷമുണ്ട്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ എഫക്റ്റ് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് സൈക്കോളജിക്കലി സ്പിരിച്വലി ഒക്കെ അലൈൻഡാണ് വാസ്തു എന്ന് പറയുന്നത്. വളരെ ചിലന്തിവല, അത് ക്ലട്ടറിങ് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ ഈ അടുത്തൊരാൾ പറയുന്ന കേട്ടോ, ഒരുപാട് ജീവികളൊക്കെ ഉള്ളതിന്റെ കാരണം അവിടെ എനർജി ഉള്ളത് കൊണ്ടാണെന്നാണ് ഒരാളെൻ്റെ ഒരു പരിധി വരെ അത് ശരിയുമായിരിക്കാം. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സ്പേസ് ക്ലട്ടേർഡ് ആയി കഴിഞ്ഞാൽ എനർജി പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഡീക്ലട്ടറിങ് എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. വീടിനെ ക്ലീൻ ചെയ്യുക,
കുറച്ച് വൃത്തിയാക്കി എല്ലാം അതിൻ്റെതായ പ്ലേസിൽ വയ്ക്കുക. ആ ഒരു ഇമ്പാക്ട്, എനർജി ഇമ്പാക്ട് കൃത്യമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം. അപ്പോൾ അത് ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് ഒരുപാട് വേസ്റ്റ് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നെഗറ്റീവാണത്. അപ്പം പല ആളുകളും ഇത് അന്ധവിശ്വാസം ആ രീതിയിലും സംസാരിക്കുന്നുണ്ടല്ലേ? അപ്പൊ അതിനെ കുറിച്ചിട്ട് സാർ എന്താ പറയാനുള്ളത്? ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വാസ്തു ഇപ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം എനിക്കുള്ള ക്ലയൻസും ഒക്കെ പല മതസ്ഥരും ഉണ്ട്, എല്ലാ നാനാ മതസ്ഥരും എൻ്റെ ക്ലയൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വാസ്തു ഒരിക്കലും അന്ധവിശ്വാസം എന്ന രീതിയിലല്ല. അതിനകത്ത് ഞാൻ പറയും ഇതിനകത്ത് ഇത് പ്യൂർലി സയൻറ്റിഫിക് ആണ്. ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചറാണ്, എഞ്ചിനീയറിംഗ് ആണ്, ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നേച്ചറുമായിട്ട് നമ്മൾ ബെറ്റർ കമ്മ്യൂണിക്കേറ്റ്. നമ്മുടെ സ്പേസ്, ഇപ്പം ഞാൻ എപ്പോഴും പറയും ആർക്കിടെക്ചറിൽ ഈ ഫോം ആൻഡ് സ്പേസ് തിയറി എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ ഫോം ആണെന്ന് വെച്ചോളൂ, നമ്മുടെ ചുറ്റുമുള്ള സ്പേസ് ആണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. ഇതാണ് വീട്. ഇപ്പം വീടെന്ന് പറയുമ്പോൾ വീട് ഇങ്ങനെ ഇരിക്കുന്നു, വീട് ഫോമും വീടിന് ചുറ്റുമുള്ള സ്പേസ് അതിൻ്റെ വാസ്തുവുമാണ്. ഈ സ്പേസിന് ചുറ്റും ഉള്ള സ്പേസിനെയാണ് നമ്മൾ വാസ്തു എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്പേസുമായിട്ട് ഈ വീട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതായത് പ്രകൃതിയുമായിട്ട് ഒരു വീട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് ഈ പഞ്ചഭൂതത്തിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾ പ്രോസ്പെരിറ്റി നമ്മളിലേക്ക് വരാനുള്ള ഉപായങ്ങൾ ഇതിനകത്ത് രഹസ്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇത് ശരിക്കും അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം വാസ്തുപരമായി ഗുണമുള്ള വീട്ടിലും വാസ്തുപരമായി ദോഷമുള്ള വീട്ടിലും താമസിച്ചാൽ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് മനസ്സിലാവും ഇതിന്റെ ഡിഫറൻസ് എന്താണ്. ചിലർ പറയും ഞാൻ ആ വീട്ടിലേക്ക് മാറിയ ശേഷം എനിക്ക് എൻ്റെ അവസരങ്ങൾ കൂടി. ചിലർ ആ വീട്ടിലോട്ട് അന്ന് കയറിയ മുതൽ ഞാൻ നശിക്കാൻ തുടങ്ങിയതാണ്. ഇതിന്റെ കാരണം ഇതാണ്. വാസ്തു എന്ന് പറയുന്നതിനുള്ള നമ്മൾ ഒരു സ്പേസ് കമ്മ്യൂണി. അപ്പൊ ഇതിന് അന്ധവിശ്വാസം, എല്ലാ വിശ്വാസങ്ങളും ഒരു പരിധിവരെ അന്ധവിശ്വാസങ്ങളെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇത് നമുക്ക് വിശ്വാസം വരുന്നത് എപ്പോഴാണ്? നമുക്കൊരു കാര്യം അനുഭവിക്കുമ്പോൾ. ഇപ്പം ഒരാള് ഞാനൊരു വീട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആൾ 50 വർഷമായി അവിടെ താമസിക്കുക. 50 വർഷമായിട്ട് അയാൾ താമസിക്കും. അവിടെ ഒരു കൺസൾട്ടന്റ് വന്നിട്ട് ഇത് വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ് പുള്ളി അന്ന് മുതൽ ടെൻഷൻ തുടങ്ങി. അപ്പം ഇതിന് കാരണങ്ങളുണ്ട്, പുള്ളി പറഞ്ഞതിനകത്ത് കാരണങ്ങളുണ്ട്. പക്ഷെ ഞാനത് അപ്രോച്ച് ചെയ്ത് വേറെ രീതിയില്ല. ഈ 50 വർഷമായി ഈ മനുഷ്യനോട് താമസിക്കുന്ന അവിടെ വന്ന ഒരാൾ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വാസയോഗ്യമല്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. 50 വർഷമായിട്ട് പുള്ളി അവിടെ ജീവിക്കുക. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു അഗ്നികോണിൽ ഒരു കിണറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം കറക്റ്റ് ചെയ്ത് കിണറിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഇത് സ്പേസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ലൈഫ് ഇദ്ദേഹം വളരെ പോസിറ്റീവായി. ഇതാണ് സംഭവം. ഇത് ശരിക്കും അന്ധവിശ്വാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് വരെ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കും. സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണത് മനസ്സിലാവുന്ന അന്ധവിശ്വാസമല്ല, അത് റിയാലിറ്റിയാണ്. വാസ്തു എന്ന് പറയുന്നത് വലിയ സത്യമാണ്. എൻ്റെ അനുഭവത്തിൽ ഈ ഇത്രയും നാളത്തെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യ ജീവിതത്തിനെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് വാസ്തു എന്ന് പറയുന്നത്. അതിന് മാക്സിമം എൻ്റെതായ രീതിയിൽ എങ്ങനെ ആളുകൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനുശേഷം അവർ ഹാപ്പി ആയിട്ട് വിളിച്ച് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ചിലപ്പോൾ കല്യാണം നടക്കാതിരിക്കുന്നു, മക്കളുടെ കല്യാണം വർഷങ്ങളായിട്ട് നടക്കുന്നില്ല, ശ്രമിച്ചിട്ട് 10 വർഷമായി എന്ന്. അതൊക്കെ നിഷ്പ്രയാസം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. പക്ഷെ ഇത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്പേസ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഉപാസനയിൽ നിന്നും ഒക്കെയാണ് നമ്മളത് നേടിയെടുക്കുന്നത്. കൃത്യമായ വാസ്തുവിൻ്റെ നിയമങ്ങൾ നമ്മൾ പ്രയുക്തമാക്കി കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ കുറെ ആളുകളുടെ തീർന്നു കാണും. സാറിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ്. നന്ദി. സന്തോഷം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.